നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൊവ്വാഴ്ചയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും മലയോര മേഖലയിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. സംസ്ഥാനത്തെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിലേക്ക്. പ്രതിസന്ധിക്ക് കാരണം ഉൽപാദന ചെലവിന് ആനുപാതികമായി പാലിന് വില ലഭിക്കാത്തത്. തുക അപര്യാപ്തമാണെന്നാരോപിച്ച് കരാറുകാർ നിർമ്മിതി കേന്ദ്ര സ്പെഷ്യൽ ഓഫീസറെ ഗരാവോ ചെയ്തു. വാർത്തകൾ വിശദമായി. ചൊവ്വാഴ്ച ഉണ്ടായ കനത്ത വേനൽ മഴയിൽ മലയോര പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. ഇരിട്ടി, കിഴൂർ, കൊട്ടിയൂർ, കേളകം മേഖലയിലെ കർഷകരുടെ ആയിരക്കണക്കിന് വാഴകൾ കാറ്റിൽ നിലംപൊത്തി. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറാവുകയും വീടുകൾ തകരുകയും ചെയ്തു. കനത്ത ചൂടിന് ആശ്വാസമായാണ് വേനൽ മഴ എത്തിയെങ്കിലും ശക്തിയായി വീശിയ കാറ്റിനെ തുടർന്ന് മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇരിട്ടിയിൽ മരം കടപുഴകി വീഴുന്നതിനെ തുടർന്ന് തലശ്ശേരി കുടക് അന്തർ സംസ്ഥാന പാതയിൽ അരമണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായി. പുന്നാട്, കിഴൂർ മേഖലകളിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. കിഴൂരിലെ ചെമ്മേരി രാജന്റെ 200ഓളം വാഴകൾ, അളോറ പുരുഷോത്തമന്റെ 200ഓളം വാഴകൾ എന്നിവയും വ്യാപകമായി നശിച്ചു. ഇന്നലത്തെ രാത്രിത്തെ കാറ്റ് സന്ധ്യക്കത്തെ വേറെ കപ്പയുണ്ട്, കപ്പ പറിക്കാനായത്. വേറെ ഒന്നുമില്ല. പുരുഷാട്ടിന് പോയി. അളവറ പുരുഷോത്തമന്റെ ഒരു 10-200 വാഴ പോയിട്ടുണ്ട്. പിന്നെ ചന്ദ്രാട്ടിന്റെ കുറെ റബ്ബർ പൊട്ടിയിട്ടുണ്ട്. ഈ മേഖലയിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. കുന്നോത്ത് കല്ലുവെട്ടാങ്കുഴി രാജീവന്റെ വീടിന്റെ ആസ്ബറ്റോ ഷീറ്റ് കാറ്റിൽ പറന്നു. ഈ മേഖലയിലെ പറപ്പള്ളി തോമസ്, ബിജു, തറപ്പേൽ ബെന്നി, ആലിങ്കൽ കരുണൻ എന്നിവരുടെ നേന്ത്രവാഴത്തോട്ടവും തറപ്പേൽ ജോർജിന്റെ കശുമാവിൻ തോട്ടവും കാറ്റിൽ നശിച്ചു. ഇരിട്ടിയിലേക്കുള്ള HD ലൈൻ നരയൻപാറയിൽ പൊട്ടിവീണതിനെ തുടർന്ന് ഈ മേഖലയിലേക്കുള്ള വൈദ്യുതി ബന്ധം താറുമാറായി. കല്ലുവയൽ, തന്തോട്, പടിയൂർ എന്നിവിടങ്ങളിലും അങ്ങാടിക്കടവിലും മരം വീണതിനെ തുടർന്ന് വൈദ്യുത തൂണുകൾ വ്യാപകമായി തകർന്നു. കൊട്ടിയൂർ, കേളകം മേഖലകളിലാണ് നാശനഷ്ടങ്ങൾ ഏറെയും സംഭവിച്ചത്. കേളകം ITCയിലെ മൂലയിൽ ജിൻസിയുടെ വീടിന് മുകളിൽ പ്ലാവ് വീണതിനെ തുടർന്ന് മേൽക്കൂര പൂർണ്ണമായും തകർന്നു. മന്തഞ്ചേരി കോളനിയിൽ സുനിൽ തെണ്ടൻകുളം, ഷിനോജ് തോണിക്കുഴി, ജിനേഷ് പോത്തനാമല എന്നിവർ പാട്ടത്തിനെടുത്ത 3 ഏക്കർ സ്ഥലത്തെ 1800ഓളം വാഴകളിൽ 900 വാഴകൾ പാടെ നശിച്ചു. പകുതിയിലധികവും കുലച്ച വാഴകളായിരുന്നു. ഞങ്ങൾ 3 പേര് കൂട്ടായിട്ട് ഏകദേശം ഈ മേലെ പണി കോളനിയിൽ മന്നഞ്ചേരി സ്ഥലത്ത് 1600ഓളം വാഴ വെച്ചതാണ്. ഏകദേശം ഒരു വാഴയ്ക്ക് 150 രൂപയോളം മുടക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ മറ്റു പണിക്ക് അന്വേഷിച്ച് പോകേണ്ട, സ്വന്തമായിട്ടൊരു പണിയെടുക്കാമെന്ന ഉദ്ദേശത്തിലാണ് 3 പേരും ഷെയറായിട്ട് ഇത് വെച്ചത്. 3 പേരും അത്യാവശ്യം വായ്പയും ഒക്കെ ബാങ്കിൽ നിന്നൊക്കെ പൈസയൊക്കെ എടുത്തിട്ടാണ് വാഴ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ ഒരു 800-850 വാഴകൾ ഒടിഞ്ഞുപോയി. ഭയങ്കര നഷ്ടം വന്നിട്ടുണ്ട്. കൃഷി ഓഫീസിൽ നിന്നും അവർക്ക് വന്ന് കണ്ടു. കൊട്ടിയൂർ കൃഷി ഓഫീസർ, വില്ലേജ് അധികൃതർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഒരു വാഴയ്ക്ക് 150 രൂപയിലധികം മുടക്ക് സംഭവിച്ചിട്ടുണ്ട്. എല്ലാം കൊലവാഴകളായിരുന്നു, കൊല വരുന്ന സമയമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഉണ്ടായ നഷ്ടം വളരെ അധികമാണ്. ഇത് കൃഷി വകുപ്പും ഗവൺമെന്റ് ഇടപെട്ട ഈ കാര്യത്തിൽ അടിയന്തരമായ സഹായം കൊടുക്കണം. കാർഷിക മേഖല തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് ഇടപെട്ട് അവർക്ക് ആവശ്യമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷി വകുപ്പ് അതിന് മുൻകൈ എടുക്കേണ്ടതാണ്. ഏകദേശം 2 ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നു. പാനികുളങ്ങര, ജോബി, സജി തുടങ്ങിയവരുടെ 600 വാഴകളിൽ 500 വാഴയും പൂർണ്ണമായും നശിച്ചു. നെല്ലിയോടി സെന്റ് ജൂഡ് ചർച്ചിന്റെ 600 വാഴകളിൽ 110 വാഴകളോളം നശിച്ചു. മമ്പള്ളി സജിയുടെ 200 വാഴകളും തോമസ് വെട്ടത്തിലിന്റെ ടാപ്പ് ചെയ്യുന്ന 100ഓളം റബ്ബർ മരങ്ങളും മുഴുവനായും നശിച്ചു. പൂക്കുളത്ത് മേരിയുടെ 100ലധികം ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളും അടുത്ത വർഷം ടാപ്പ് ചെയ്യാനുള്ള 30ഓളം മരങ്ങളും നശിച്ചിട്ടുണ്ട്. തെങ്ങ്, ജാതി, കശുമാവ്, പ്ലാവ് എന്നിവയും കാറ്റിൽ നശിച്ചു. കേളകം കിഴക്കേ വെള്ളൂന്നി വെണ്ടത്തിനാലിൽ ബിജുവിന്റെ വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. ആസ്പെറ്റോ ഷീറ്റ്, വയറിംഗ്, കഴുക്കോൽ മുതലായവ പൂർണ്ണമായും തകർന്നു. ഇന്നലെ ഒരു 6:30 മണി സമയമായി. നേരെ ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ സിറ്റി പോയ സമയത്തായിരുന്നു. പിള്ളേരും ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പുറത്തായതുകൊണ്ട് രക്ഷപ്പെട്ടൊന്നും അതൊന്നും വരാതെ. പിന്നെ ഷീറ്റ് പോയി, ഭിത്തിക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഫർണിച്ചറും വയറിങ്ങൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കമത്തോട് എല്ലാം നഷ്ടപ്പെട്ടു പോയി. വീടിനുള്ളിൽ ആളില്ലാത്തതിനാൽ ആളപായം ഒഴിവായി. കണ്ടപ്പുനം, നെല്ലിയോടി മേഖലകളിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. 1000ഓളം വാഴകളും റബ്ബറുകളും ശക്തമായ കാറ്റിൽ നിലംപൊത്തി.
കണ്ടപ്പുനത്ത് റോഡിന് കുറുകെ മരം പൊട്ടി വീണതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പേരാവൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പേരാവൂർ കല്ലേരിമലയിലും മരം വീണതിനെ തുടർന്ന് ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. ഇരിട്ടി പേരാവൂർ റൂട്ടിൽ മുരുങ്ങോടിക്ക് സമീപം ടിപ്പർ ലോറി മറിഞ്ഞ് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. ഇരിട്ടിയിലേക്ക് കരിങ്കൽ ജെല്ലി കൊണ്ട് പോവുകയായിരുന്ന ചന്ദ്രഗിരി കൺസ്ട്രക്ഷൻസിന്റെ KL14A2133 നമ്പർ ടിപ്പർ ലോറിയാണ് ബുധനാഴ്ച 11 മണിയോടെ മുരിങ്ങോടിക്ക് സമീപം അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പേരാവൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു. കീഴൂരിലെ പാക്കഞ്ഞി ബാലൻ തന്റെ 18ാം വയസ്സ് മുതൽ നെൽകൃഷി രംഗത്ത് സജീവമാണ്. നെൽകൃഷിയെ സ്നേഹിക്കുന്ന ഈ കർഷകൻ മരണം വരെ നെൽകൃഷി തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 40 വർഷത്തിലധികമായി പാക്കഞ്ഞി ബാലൻ നെൽകൃഷിക്കിറങ്ങിയിട്ട് 67 വയസ്സായിട്ടും ഇന്നും നെൽകൃഷി എന്ന് കേൾക്കുമ്പോൾ ബാലന് പ്രായം 18 തന്നെ. 18ാം വയസ്സിലാണ് ബാലൻ നെൽകൃഷിയിലേക്ക് ഇറങ്ങിയത്. നെൽകൃഷി എനിക്ക് ജീവനാണെന്നും മരിക്കുന്നതുവരെ ഇത് തുടരുമെന്നും ബാലൻ പറയുന്നു. എന്റെ 18 വയസ്സ് മുതൽ നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 18 വയസ്സിൽ ഞാൻ പുറത്തു പോയിട്ട് ആദ്യം നെൽകൃഷി പുനം കൃഷിയായിരുന്നു. പിന്നീടാണ് പാടത്ത് കൃഷി ഇറക്കിയത്. ഭാര്യ സതിയും ബാലന് കൂട്ടായുണ്ട്. ഇപ്പോഴത്തെ തലമുറയിൽ ആരും നെൽകൃഷിയിലേക്ക് വരുന്നില്ലെന്നും ഇതാണ് കേരളത്തിൽ നെൽകൃഷി കുറയാൻ കാരണമെന്നും ബാലൻ പറഞ്ഞു. ഇതിന്റെ വേദനയിലാണ് ഈ കർഷകൻ. വിട്ടുപോകുന്ന അത് കാലാവസ്ഥ വേറെ വിട്ടുപോകുന്നുണ്ട്. കാരണം പണ്ട് വിട്ടു പോകുന്നുണ്ടെങ്കിൽ ശരി, അല്ല വിട്ടുപോകില്ലായിരുന്നു. ഇപ്പൊ വിട്ടുപോകുന്ന പിന്നെ കാലാവസ്ഥ വേറാറും പിന്നെ പണിക്കൂലി മറ്റുള്ളവരെ വർദ്ധിച്ചതിന് ശേഷം പിന്നെ ഇത് ആൾക്കാരെല്ലാം കുറവായി. ഇതിന് രംഗത്തിറങ്ങുന്നില്ല. മൂലാനും പിടിക്കാനും മറ്റുള്ള രംഗത്തിറങ്ങുന്നില്ല. അപൂർവം കുറെ പ്രായമായ പെണ്ണുങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതിന് രംഗത്തുള്ളൂ. ഇപ്പോൾ ആറളം മുച്ചിലോട്ട് ക്ഷേത്ര തിറ മഹോത്സവം സമാപിച്ചു. മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരൽ ചടങ്ങ് നടന്നു. സമാപന ദിവസമായ ബുധനാഴ്ച നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. തുടർന്ന് അന്നദാനവും നടന്നു. വാണിജ്യം. ഇരിട്ടി തന്തോട് യൂണിറ്റി സെറാമിക്സ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. പായം പഞ്ചായത്ത് പ്രസിഡന്റ് TM ജോസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊവ്വാഴ്ചയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും മലയോര മേഖലയിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം. സംസ്ഥാനത്തെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിലേക്ക്. പ്രതിസന്ധിക്ക് കാരണം ഉൽപാദന ചെലവിന് ആനുപാതികമായി പാലിന് വില ലഭിക്കാത്തത്. തുക അപര്യാപ്തമാണെന്നാരോപിച്ച് കരാറുകാർ നിർമ്മിതി കേന്ദ്ര സ്പെഷ്യൽ ഓഫീസറെ ഗരാവോ ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.